ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇത് നമുക്ക് ലഞ്ചൊക്കെ കൊടുത്ത് വിടുന്നവർക്കൊക്കെ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു, വെളിച്ചെണ്ണയല്ല. അതിലേക്ക് ചിക്കൻ, ഒരു 1/2 കിലോ ചിക്കനുണ്ട്. ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചിക്കൻ ബ്രസ്റ്റാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഏത് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതൊന്ന് വാടി വരുമ്പോൾ, ചിക്കൻ ഒന്ന് ഇട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സവാള, 2 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഈ സവാളയും ആ ചിക്കനും കൂടി അതിലിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. സവാള വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ശരിക്കൊരു ജാപ്പനീസ് ഒരു ചിക്കൻ കറിയായിട്ട് സാമ്യമുള്ളൊരു കറിയാണ്. അതിന് അവർ കറി ക്യൂബ് ഉപയോഗിക്കും. ഞാനിത് കറി പൗഡറായിട്ട് ഞാൻ എടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിൽ 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ജീരകപ്പൊടി വറുത്ത് പൊടിച്ച ആണെങ്കിലും കുഴപ്പമില്ല, സാധാ ജീരകം ആയാലും കുഴപ്പമില്ല, അത് പൊടിച്ചതായിരിക്കണം. പിന്നെ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ 1 ടീസ്പൂൺ വരെ യൂസ് ചെയ്യാം. കുട്ടിയൊക്കെ ആകുമ്പോൾ എരിവ് കുറച്ച് കൊടുക്കണം. പിന്നെ ഉലുവ പൊടിച്ചത്, ഫെനുഗ്രീക്ക്, അത് കൂടെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഉലുവ പൊടിച്ചത് ചേർക്കണം, അതിൻ്റെ ഒരു നല്ലൊരു മണം കിട്ടും. പിന്നെ ഇതൊരു കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് പേസ്റ്റ് പോലെ ആക്കണം. എളുപ്പം ചിക്കനിൽ പിടിച്ച് കിട്ടാനാണ് പേസ്റ്റ് പോലെ ആക്കിയത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ഞാൻ ചേർക്കുകയാണ്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഈ പേസ്റ്റിൽ ചേർക്കുമ്പോൾ നമുക്ക് ചിക്കനിൽ ഫുൾ അങ്ങ് പിടിച്ച് കിട്ടും. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കുതിരാൻ വയ്ക്കണം. അപ്പോഴേക്കും നമ്മുടെ സവാള ഒന്ന് വാടി കിട്ടും. അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം. അത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ, അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി. പക്ഷേ ഇഞ്ചിയും കൂടെ ചേർക്കുമ്പോൾ ചിക്കൻ കറിക്കൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. എന്നാലും സാരമില്ല, അങ്ങനെ ചേർത്താലും മതി. എന്നിട്ട് അതൊന്ന് വാടി സ്മെല്ല് മാറി വരുമ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ച കറി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ചിക്കനിൽ കോട്ടാവണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനിൽ പുരണ്ട് വരുമ്പോൾ നമ്മൾ മാഗിയുടെ കറി മറ്റേ ക്യൂബ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. മാഗി ക്യൂബ് എല്ലാവർക്കും നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്തത്. പിന്നെ തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം. തണുത്ത വെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ നമ്മൾ 1 പൊട്ടറ്റോയും 1 ക്യാരറ്റും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പൊട്ടറ്റോയും ക്യാരറ്റും ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അത് രണ്ടും ക്യൂബായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇടണം. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റെങ്കിലും വേവിക്കണം. പിന്നെ അത് വെന്ത് വരുമ്പോൾ ഏകദേശം വെള്ളം വറ്റി കാണും. ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം, നമ്മുടെ ഗ്രേവി എത്ര വേണമെന്ന് വെച്ചിട്ട് അതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലിൽ അരിമാവോ അല്ലെങ്കിൽ കുറച്ച് മൈദയോ 1 ടീസ്പൂൺ മിക്സ് ചെയ്ത്, ഗ്രേവി നല്ല തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കും. ഞാൻ തേങ്ങാപ്പാലിൽ കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്തതാണ്, അതല്ലെങ്കിൽ മൈദ ഏതെങ്കിലും ഒന്ന്. പിന്നെ തേങ്ങാപ്പാൽ ഒരു 5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് സ്പ്രിംഗ് ഒനിയൻ ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കാം, അത് കയ്യിലുണ്ടെങ്കിൽ. അത് വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ മല്ലിയില ഇടുമ്പോൾ ഫ്ലേവറൊക്കെ വ്യത്യാസം വരും, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാനിന്നത് ബ്രെഡിൻ്റെ കൂടെയാണ് കഴിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.